ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള സിനിമയുടെ സുവർണ ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. എമ്പുരാൻ 200 കോടി കടന്നിരിക്കുന്നു. വമ്പൻ ബഡ്ജറ്റിൽ വന്ന മലയാള സിനിമ, മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമ എമ്പുരാൻ 200 കോടി തൂക്കുകയും കേരളത്തിൽ നിന്ന് മാത്രമായി 50 കോടി നേടുകയും ചെയ്ത അതേ ദിനം തന്നെയായി മാറുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു, വമ്പൻ ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ വമ്പൻ കളക്ഷൻ നേടി കുതിച്ച് പായുന്ന കാര്യം. വെറും 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. ഇതുവരെ നമ്മൾ കൊതിച്ചിരുന്നത് നമ്മൾ നേടുന്ന ലെവലിലേക്ക് എത്തുന്നു. മലയാള സിനിമയ്ക്ക് അപ്രാപ്യമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ അത് ഉറപ്പായി ചേഞ്ച് വന്നിരിക്കുന്നു. അതെ, ഇവിടെ മലയാള സിനിമയ്ക്കും ഇത്രത്തോളം പൊട്ടൻഷ്യലുണ്ട്. ഒരുപക്ഷെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളെ വെല്ലുവിളിച്ച് തന്നെയാണ് മലയാള സിനിമയായ എമ്പുരാൻ കുതിച്ചു പായുന്നത്. വേറെ ഒന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കിടക്കുമ്പോൾ ഒരുപിടി റെക്കോർഡുകൾ വാരി വിതറിക്കൊണ്ട് തന്നെ സിനിമ കുതിച്ചു പായുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. എന്താണേലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇന്ന് ഈ 5-ാം ദിവസവും ഈ ഒരു പെരുന്നാൾ ദിനത്തിലും സിനിമയുടെ കളക്ഷൻ 10 കോടിക്ക് മുകളിലാണ്. തുടർച്ചയായി ഓരോ ദിനങ്ങളിലും സിനിമയ്ക്ക് വരുന്ന തിരക്കും 80% മുകളിലാണ്. അതായത് ഇതുവരെ കണ്ടിരിക്കുന്നത് 28 ലക്ഷം ജനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട്. അന്യ സംസ്ഥാനങ്ങളിൽ കൊടൂര തൂക്കാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത്. പല വേർഷൻസിലുള്ള അല്ലെങ്കിൽ പല ഭാഷകളിലുള്ള ഈ സിനിമയും അങ്ങനെ തന്നെ പോകുന്നു. ആദ്യമായി മലയാളത്തിൽ നിന്ന് പൂർണ്ണമായും ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കാവുന്ന ചിത്രമായി മാറുകയാണ് എമ്പുരാൻ. അതെ, അങ്ങനെ തന്നെ പോകുന്നു. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരമൊക്കെ നോക്കിയാൽ നാളെയും ടിക്കറ്റുകൾ ഇല്ലാത്ത അവസ്ഥ തന്നെ. വർക്കിംഗ് ഡേ ആയിട്ട് പോലും അത്രത്തോളം തിരക്ക് വരണമെങ്കിൽ അത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. 200 കോടിയും കടന്ന സിനിമ 250 കോടിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 2025 കണ്ട ഏറ്റവും വലിയ ഓപ്പണിംഗ് ആയി മാറുന്നു എമ്പുരാൻ. ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ ഓപ്പണർ ഓഫ് 2025. കേരളത്തിലല്ല, ഇന്ത്യയിലെ കാര്യം തന്നെയാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതുതന്നെയാണ് മോഹൻലാൽ പവർ എന്ന് പറയുന്നത്. എത്രത്തോളം ആരാധകർ വിചാരിച്ചാലും നടക്കാത്ത കാര്യം സാധാരണ ജനങ്ങൾ വിചാരിച്ചാലും നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു സിനിമ. തുടരെ ഒരുപാട് സിനിമകൾ വരികയും ആരാധകർ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് പരാജയപ്പെടുകയും ചെയ്ത ചിത്രങ്ങൾ നമ്മൾ കണ്ടു മോഹൻലാലിൽ നിന്ന്. പക്ഷേ ഇവിടെ ജനങ്ങൾ ഉണർന്നപ്പോൾ എല്ലാ ഫാൻസിനെയും മറികടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിജയമായി. ഒരുപക്ഷെ മുൻനിര താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആരാധകർ മാത്രം അണിനിരുന്നാൽ ഈ സിനിമയുടെ ഇന്ന് കാണുന്ന കളക്ഷൻ്റെ പകുതി പോലും കാണില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നു, മലയാളി ജനത ഒന്ന് കൈകോർത്തപ്പോൾ, ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, മോഹൻലാലിനുള്ള ഇഷ്ടം അവർ കാണിച്ചപ്പോൾ ഇത് ചരിത്രമാകുന്ന നിമിഷമായി മാറുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഇത് തന്നെയാണ് മോഹൻലാൽ പവർ, ഇത് തന്നെയാണ് മലയാളിയുടെ പവർ. മലയാളത്തിൻ്റെ എമ്പുരാൻ 500 കോടി നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.